ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹാരമാകുന്നു. 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ ആശുപത്രിയിലെത്തിച്ചു. നാളെ ഉത്രാടം, നാട് ഓണത്തിനൊരുങ്ങി. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം നാളെ. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായ സംഭവം. നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടി. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് രാജ്യം. നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം. ഗുരുവായൂർ തിരുവെങ്കിടത്ത് 2 സ്ത്രീകളുടെ മാലകൾ കവർന്നു. 5 പവനോളം നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം തുടങ്ങി. വാർത്തകൾ വിശദമായി. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹാരമാകുന്നു. 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ ആശുപത്രിയിലെത്തിച്ചു. കോർപ്പറേഷൻ ഇടപെട്ടാണ് മെഷീനുകൾ അടിയന്തരമായി എത്തിച്ചത്. മെഷീനുകൾ ഉടൻ പ്രവർത്തന സജ്ജമാക്കി ഡയാലിസിസ് ഉടൻ പുനരാരംഭിക്കും. P. ബാലചന്ദ്രൻ MLAയുടെ വികസന ഫണ്ടിൽ നിന്ന് 5 ഡയാലിസിസ് മെഷീൻ വാങ്ങാൻ തുക അനുവദിച്ചിട്ടുണ്ട്. 10 വർഷത്തിലധികം പഴക്കമുള്ള യന്ത്രങ്ങൾ തകരാറിലായതിനാൽ ഡയാലിസിസ് മുടങ്ങുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ബുധനാഴ്ച രോഗികൾ RMOയെ ഉപരോധിച്ചിരുന്നു. തിരുവോണാഘോഷത്തിന് ഒരുങ്ങി ഗുരുവായൂർ ക്ഷേത്രം. നാളെ മുതൽ ദർശന സമയം 1 മണിക്കൂർ കൂട്ടി. ഉത്രാട കാഴ്ചക്കുല സമർപ്പണം നാളെ. സാധാരണ ദിവസങ്ങളിൽ വൈകിട്ട് 4:30 തുറക്കാറുള്ള ക്ഷേത്രനട 3:30 തുറക്കും. അവിട്ടം, ചതയം നാളുകളിലും ശ്രീനാരായണ ഗുരു സമാധി ദിനമായ 21-നും ഞായറാഴ്ചയായതിനാൽ 22-നും ക്ഷേത്രനട 1 മണിക്കൂർ നേരത്തെ തുറക്കും. ഈ ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 വരെ VIP ദർശനം ഉണ്ടാകില്ല. ശനിയാഴ്ച രാവിലെ ശീവേലിക്കു ശേഷമാണ് കാഴ്ചക്കുല സമർപ്പണം. സ്വർണ്ണ കൊടിമര ചുവട്ടിൽ മേൽശാന്തി ആദ്യ കാഴ്ചക്കുല സമർപ്പിക്കും. 100 കണക്കിന് നേന്ത്രക്കുലകളാണ് ഭക്തർ ഭഗവാന് സമർപ്പിക്കുക. തിരുമുൽ കാഴ്ചയായി ലഭിക്കുന്ന നേന്ത്രക്കുലകളിൽ 1 ഭാഗം ദേവസ്വത്തിലെ ആനകൾക്ക് നൽകും. തിരുവോണം സദ്യയ്ക്ക് പഴപ്രഥമൻ ഉണ്ടാക്കാൻ ഈ പഴം ഉപയോഗിച്ച ശേഷം ബാക്കി വരുന്നവ ഭക്തർക്ക് ലേലം ചെയ്യും. തിരുവോണ നാളിൽ പതിവ് ക്ഷേത്ര ചടങ്ങുകൾക്ക് പുറമെ വിശേഷാൽ കാഴ്ച ശിവേലിയും മേളവും ഉണ്ടാകും. പുലർച്ചെ 4:30ക്കാണ് ഗുരുവായൂരപ്പന് ഓണപ്പുടവ സമർപ്പണം. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായതിനെ തുടർന്ന് നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും ഇറിഗേഷൻ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം ആവശ്യപ്പെട്ടു. പീച്ചി ഡാം മാനേജ്മെന്റ് കൈകാര്യം ചെയ്തതിലെ ഗുരുതര വീഴ്ച മൂലമുണ്ടായ പ്രളയത്തിൽ 1000കണക്കിന് വീടുകളിൽ വെള്ളം കയറി നാശനഷ്ടമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജി ജെ കോടങ്കണ്ടത്ത് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിനോടും വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ, ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കളക്ടറോട് വിശദീകരണം തേടിയത്. റൂൾ കർവ് പാലിക്കാതെയും കളക്ടർക്ക് കൃത്യമായ അറിയിപ്പ് നൽകാതെയും പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ 72 ഇഞ്ച് തുറന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കളക്ടറോട് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം നടപടിയെടുക്കാൻ ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ടെന്ന് ഷാജി ജെ കോടങ്കണ്ടത്ത് പറഞ്ഞു. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് പകരം നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം. ഇതു സംബന്ധിച്ച് ഒരാഴ്ചയ്ക്ക് ശേഷമേ ആലോചന തുടങ്ങൂ എന്ന് നേതാക്കൾ അറിയിച്ചു. നിലവിൽ കേന്ദ്രതലത്തിൽ പ്രവർത്തിക്കുന്ന നേതാക്കളിൽ ഏറ്റവും മുതിർന്ന അംഗം വൃന്ദ കാരാട്ടാണ്. പ്രായപരിധി നിബന്ധന അനുസരിച്ചാണെങ്കിൽ വൃന്ദ കാരാട്ട് അടുത്ത സമ്മേളനത്തിൽ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിയണം. MA ബേബി, A വിജയരാഘവൻ എന്നിവരുടെ പേരുകളും ചർച്ച ചെയ്തേക്കാം. താൽക്കാലിക ചുമതലയാകും ഒരാൾക്ക് നൽകുകയെന്നും പാർട്ടി കോൺഗ്രസ് പുതിയ ജനറൽ സെക്രട്ടറിയെ നിശ്ചയിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഇന്ന് വൈകിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകും. വസന്ത് കുഞ്ചിലെ വസതിയിൽ 6 മണി മുതൽ പൊതുദർശനം നടക്കും. നിലവിൽ മൃതദേഹം എയിംസ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. നാളെ രാവിലെ 11 മണി മുതൽ 3 മണിവരെ CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിൽ പൊതുദർശനം നടക്കും. തുടർന്ന് വിലാപയാത്രയായി മൃതദേഹം എയിംസിലെത്തിക്കും. യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം പഠന ഗവേഷണങ്ങൾക്കായി എയിംസിന് വിട്ടുകൊടുക്കും. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച രാജ്യം. രാഷ്ട്രീയത്തിന്റെ അതിരുകൾക്കപ്പുറം സൗഹൃദം സൂക്ഷിച്ച നേതാവായിരുന്നു യെച്ചൂരി.
യെച്ചൂരിയുടെ മരണത്തിൽ രാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു. ഗുരുവായൂർ തിരുവെങ്കിടത്ത് 2 സ്ത്രീകളുടെ മാല കവർന്നു. ക്ഷേത്ര ദർശനത്തിനെത്തിയ കൊല്ലം ഓച്ചിറ ചക്കനാൽ വില്ലേജിൽ ചൈതന്യ വീട്ടിൽ രത്നമ്മയുടെ 3.5 പവന്റെ മാലയും തിരുവെങ്കിടം ഫ്രണ്ട്സ് റോഡിൽ കൈപ്പട ഉഷയുടെ 2 പവൻ മാലയുടെ ഒരു ഭാഗവുമാണ് കവർന്നത്. ഇന്ന് പുലർച്ചെ 5-നും 5:30 ഇടയിലുമാണ് 2 മോഷണങ്ങളും നടന്നത്. വീട്ടിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെ അടുക്കളയിലേക്ക് കയറി വന്നാണ് ഉഷയുടെ മാല പൊട്ടിച്ചത്. പിൻവശത്തുകൂടി എത്തിയ മോഷ്ടാവ് ഉഷയുടെ വായ പൊത്തിപ്പിടിച്ച് മാല പൊട്ടിക്കുകയായിരുന്നു. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്നതിനായി തീവണ്ടി കയറാൻ എത്തുമ്പോഴാണ് രത്നമ്മയുടെ മാല കവർന്നത്. എതിർവശത്തുകൂടി നടന്നു വന്ന ആൾ പെട്ടെന്ന് രത്നമ്മയുടെ 3.5 പവന്റെ മാല പൊട്ടിച്ച് ഓടുകയായിരുന്നു. ടെമ്പിൾ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ കുന്നംകുളം റോഡിൽ താൽക്കാലിക കുഴിയടക്കൽ നിലച്ചു. തകർന്ന റോഡിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. കളക്ടർ ഇടപെട്ട് റോഡ് അറ്റകുറ്റപ്പണിക്ക് തുക അനുവദിച്ചെങ്കിലും ഏതാനും ഭാഗങ്ങൾ മാത്രം കുഴിയടച്ച് പ്രവർത്തനങ്ങൾ നിർത്തി. കേച്ചേരി മുതൽ മുണ്ടൂർ വരെ റോഡ് സഞ്ചാരയോഗ്യമല്ലാതായി. ഇതിനിടയിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ അപകടങ്ങൾക്കിടയാക്കുന്നുണ്ട്. KSRTC ജീവനക്കാർ തിരുവോണനാളിൽ ഡ്യൂട്ടി ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കും. ബോണസ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സർക്കാർ സർവീസിലുള്ള മറ്റ് ജീവനക്കാർക്ക് കൃത്യമായ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ തങ്ങളെ തഴയുകയാണെന്ന് KSRTC ജീവനക്കാരുടെ ആക്ഷേപം. ഗുരുവായൂർ നഗരസഭയിലെ 43 വാർഡുകൾ 46 വർദ്ധിപ്പിച്ചു. ഇതോടെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ നഗരസഭയിൽ 3 ജനപ്രതിനിധികളെ അധികമായി ലഭിക്കും. കൂടുതൽ പ്രാദേശിക ഭരണ പങ്കാളിത്തത്തിന് കളമൊരുക്കാനാണ് വാർഡ് വിഭജനം നടത്തുന്നത്. വനിതാ സംവരണ വാർഡുകൾ 22-ൽ നിന്ന് 23-ആയും പട്ടികജാതി സംവരണം 2 വാർഡുകളുമായും ഉയർന്നു. ഇതിലൊന്ന് സ്ത്രീ സംവരണമാണ്. നഗരസഭകളിലെ ജനസംഖ്യ വർദ്ധിച്ചതോടെ ജനസംഖ്യയും നേരിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുടെ സ്ഥാനവും തമ്മിലുള്ള അനുപാതവും വർദ്ധിച്ച സാഹചര്യത്തിലാണ് അനുപാതം കുറയ്ക്കുന്നതിനായി വാർഡുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള കേരള ഗസറ്റ് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഗുരുവായൂരിലെ ഏതെല്ലാം മേഖലകളിലാണ് പുതിയ വാർഡുകൾ രൂപീകരിക്കുക എന്നത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന വാർഡ് വിഭജനത്തോടെ തീരുമാനമാകും. കയ്പമംഗലം വഴിയമ്പലം ദേശീയപാതയിൽ 3 വാഹനങ്ങൾ കൂട്ടിയിടിച്ച് ഒരാൾക്ക് പരിക്കേറ്റു. കോഴിക്കോട് ഭാഗത്തേക്ക് പോയിരുന്ന ചരക്ക് ലോറിയിൽ കാറും മറ്റൊരു ജീപ്പും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. പരിക്കേറ്റ കാർ ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കാപ്പ നിയമം ലംഘിച്ച പ്രതി മണ്ണുത്തി പോലീസിന്റെ പിടിയിൽ. 6 മാസത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചാര നിയന്ത്രണം ഏർപ്പെടുത്തിയ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതി കൊഴുക്കുള്ളി കോലങ്ങത്ത് വീട്ടിൽ സത്യജിത്താണ് പിടിയിലായത്. കുട്ടനല്ലൂരിൽ ഉള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്നുള്ള പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. കർഷക കോൺഗ്രസ് ഒല്ലൂർ നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒല്ലൂർ സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. നെല്ല് സംഭരിച്ചതിന്റെ പണം നൽകുക, നെല്ലിന് താങ്ങുവില 35 രൂപയായി വർദ്ധിപ്പിക്കുക, കൃഷി നശിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം നടത്തിയത്. ഒല്ലൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് PN വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജെയ്ജു സെബാസ്റ്റ്യൻ, DCC ഒല്ലൂർ നിയോജകമണ്ഡലം ചെയർമാൻ ജോണി ചിറയത്ത്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് റിൻസൻ വർഗീസ്, KN വിജയകുമാർ, മണ്ഡലം പ്രസിഡന്റ് ഡേവിസ് ചക്കാലക്കൽ, കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മിനി വിനോദ് എന്നിവർ സംസാരിച്ചു. ഇനി ഓണം വിശേഷങ്ങളിലേക്ക്. ഓണം എത്തിയതോടെ ശില്പി വിജയന്റെ കരവിരുതിൽ തയ്യാറാക്കിയിരിക്കുന്നത് തടിയിൽ തീർത്ത ചെറുതും വലുതുമായ 100 കണക്കിന് തൃക്കാക്കരയപ്പന്മാർ. തടികൊണ്ടുണ്ടാക്കിയ തൃക്കാക്കരയപ്പന്മാർക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. തൃശൂർ നെടുപുഴ തെക്കുമുറി സ്വദേശി കൊല്ലയിൽ വിജയന്റെ വീടിനോട് ചേർന്നുള്ള കരകൗശലശാലയിലാണ് ഓണത്തിനുള്ള ചെറുതും വലുതുമായ നിരവധി തൃക്കാക്കരയപ്പന്മാരെ തയ്യാറാക്കുന്നത്. മണ്ണ് കുഴച്ച് തൃക്കാക്കരയപ്പന്മാരെ ഉണ്ടാക്കിയിരുന്ന പതിവ് രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടാണ് തടിയിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാർ. 7 ഇഞ്ച് മുതൽ 4.25 അടി വരെ ഉയരമുള്ള തൃക്കാക്കരയപ്പന്മാരാണ് വിജയന്റെ കരവിരുതിൽ പിറവിയെടുത്തത്. വലിപ്പത്തിനനുസരിച്ച് 50, 100, 200 എന്നിങ്ങനെയാണ് വില. 4.25 അടി ഉയരമുള്ള വലിയ തൃക്കാക്കരയപ്പന് 1500 രൂപ വില വരും. തേക്കിൻ തടിയിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാരെ കാലങ്ങളോളം ഉപയോഗിക്കാമെന്നതിനാൽ ഇതിന് വില അല്പം കൂടും. 4 നൂറ്റാണ്ടിലേറെയായി കൊത്തുപണി മേഖലയിൽ സജീവ സാന്നിധ്യമാണ് വിജയൻ. 2017 മുതലാണ് ശില്പങ്ങൾ ഉണ്ടാക്കാൻ ആരംഭിച്ചത്. കോവിഡ് കാലം മുതലാണ് വിജയൻ തടിയിൽ തൃക്കാക്കരയപ്പനെ നിർമ്മിക്കാൻ തുടങ്ങിയത്. അമ്മയും ഭാര്യയും 2 മക്കളുമടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണ വിജയനുണ്ട്. കണിമംഗലം സെന്റ് തെരേസ സ്കൂളിൽ 3-ൽ പഠിക്കുന്ന മകൻ തനയും, തൃശൂർ മോഡൽ ഗേൾസ് സ്കൂളിൽ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ തീർത്ഥയും സ്കൂൾ കഴിഞ്ഞെത്തിയാലുടൻ വിജയനെ സഹായിക്കാൻ ഒപ്പമുണ്ട്. അയൽവാസിയായ പൊന്നാരി വീട്ടിൽ അംബികയാണ് തൃക്കാക്കരയപ്പനിൽ വെക്കാനുള്ള പൂക്കൾ ഉണ്ടാക്കുന്നത്. ചേറ്റുപുഴയിൽ പാതയോരത്താണ്
ഓണത്തിന് മുന്നോടിയായുള്ള വിജയൻ തൃക്കാക്കരയപ്പന്മാരുടെ വിൽപ്പന. മെഷീനിൽ ചെത്തിമിനിക്കുകയാണ് നിർമ്മാണം. വിജയൻ നിർമ്മിക്കുന്ന തൃക്കാക്കരയപ്പന്മാരുടെ ചന്തം കണ്ടറിഞ്ഞ് ഓരോ വർഷവും നിരവധി പേരാണ് തടിയിൽ തീർത്ത തൃക്കാക്കരയപ്പന്മാരെ വാങ്ങാൻ എത്തുന്നത്. വിവിധ ഈശ്വര ശില്പങ്ങളും പറ, ഭസ്മക്കട്ട, ക്ഷേത്രങ്ങളിലേക്കുള്ള രാശിപ്പലക, ആവണിപ്പലക, മയിൽ, പരുന്ത് തുടങ്ങിയ ശില്പങ്ങളുടെ വലിയ ശേഖരം തന്നെ വിജയൻ്റെ വീട്ടിലുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന നിരവധി ക്രാഫ്റ്റ് ഫെസ്റ്റിവലുകളിലും വിജയൻ പങ്കെടുത്തിട്ടുണ്ട്. TCV ന്യൂസ്, തൃശ്ശൂർ. ജില്ലാ നിയമ സേവന അതോറിറ്റിയുടെ ഓണാഘോഷം രാമവർമ്മപുരം സർക്കാർ വൃന്ദമന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം ആഘോഷിച്ചു. നിയമസേവന അതോറിറ്റി സെക്രട്ടറിയും സബ് ജഡ്ജുമായ സരിത രവീന്ദ്രൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. അന്തേവാസികൾക്ക് ഓണക്കോടി വിതരണം ചെയ്തു. വൃദ്ധസദനം സൂപ്രണ്ട് രാധിക, പാരാലീഗൽ വോളണ്ടിയർമാരായ അമ്പിളി ശ്രീകുമാർ, ശ്രീമതി പുഷ്പം, ലീഗൽ അസിസ്റ്റന്റ് അഡ്വക്കേറ്റ് വിനീത തമ്പി എന്നിവർ പങ്കെടുത്തു. ഓണം അടുത്തതോടെ ആഭരണ പ്രേമികളെ ഞെട്ടിച്ച് സ്വർണ്ണവിലയിൽ വർധനവ്. ഇന്ന് പവന് 960 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 54,600 രൂപയായി. ഈ മാസത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. 1 ഗ്രാം സ്വർണത്തിന് 120 രൂപയാണ് ഉയർന്നത്. ഇതോടെ 6,825 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. രാജവാഴ്ചയുടെ സ്മരണകൾ ഉണർത്തി എടതിരുത്തിയിൽ പതിറ്റാണ്ടുകൾ പാരമ്പര്യമുള്ള ഉത്രാടക്കിഴി സമർപ്പിക്കൽ ചടങ്ങ് നടന്നു. ചാഴൂർ കോവിലകം സരസ്വതി തമ്പുരാട്ടി, വടക്കേമഠം മനോരമ തമ്പുരാട്ടി എന്നിവർക്കാണ് ഡെപ്യൂട്ടി തഹസിൽദാർമാരായ MX ഫിലോമിന, എസ് സുനിത, വില്ലേജ് ഓഫീസർ PA റജീബ് തുടങ്ങിയവർ നേരിട്ടെത്തി ഉത്രാടക്കിഴി നൽകിയത്. കൊച്ചി രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഓണക്കാലത്ത് പുതുവസ്ത്രം വാങ്ങുന്നതിനാണ് ഉത്രാടക്കിഴി നൽകുന്നത്. സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന സർക്കാർ തുടങ്ങിവച്ചതാണ് ഉത്രാടക്കിഴി ആചാരം. രാജഭരണം അവസാനിക്കുമ്പോഴുണ്ടാക്കിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ട്രഷറിയിൽ നിക്ഷേപിച്ച തുകയുടെ പലിശയാണ് ഉത്രാടക്കിഴിയായി കോവിലകത്തെ അവകാശികൾക്ക് നൽകി വരുന്നത്. തെരുവിന്റെ മക്കൾക്കൊപ്പം ഓണം ആഘോഷിച്ച് ഹോമിയോ ഡോക്ടർ ജോജോ കെ ജോസഫ്. തെരുവിൽ അലയുന്നവരെ പീച്ചി ഡാമിൽ കൊണ്ടുപോയും പൂക്കളം തീർത്തും ഓണസദ്യ ഒരുക്കിയും ഓണക്കളികളിൽ ഏർപ്പെട്ടും വ്യത്യസ്തമായായിരുന്നു ഓണാഘോഷം. ഓണക്കോടികളും വിതരണം ചെയ്തു. അവിവാഹിതനായ ഡോക്ടർ ജോജോ കെ ജോസഫ് വർഷങ്ങളായി തെരുവിൽ അലയുന്നവർക്ക് ദിവസവും ഭക്ഷണവും വസ്ത്രവും നൽകുന്നുണ്ട്. ഗുരുവായൂർ നഗരസഭയിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൌൺസിലർ ഓണക്കോടി നൽകി. 27ാം വാർഡ് കൌൺസിലർ VK സുജിത്താണ് 15 തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഓണക്കോടി നൽകിയത്. പൊതുപ്രവർത്തകൻ ബാലൻ വാണറാട്ട് അധ്യക്ഷത വഹിച്ചു. ഗോപി മനയത്ത്, P യദുകൃഷ്ണൻ, സാത്തകി തിരുവെങ്കിടം, കല്ലു അമ്മ എന്നിവർ സംസാരിച്ചു. ഓണത്തോടനുബന്ധിച്ച് ജില്ലയിലെ ഒരു കൂട്ടം യുവാക്കൾ ചേർന്നൊരുക്കിയ വീഡിയോ ആൽബം ശ്രദ്ധേയമാകുന്നു. തിരുവോണത്തെ വരവേൽക്കാൻ ഒരുങ്ങുന്ന മലയാളികൾക്ക് ഗൃഹാതുരത്വം നിറഞ്ഞ കാഴ്ചകളും അനുഭവങ്ങളുമാണ് അത്തം 10 തിരുവോണം എന്ന വീഡിയോ ആൽബം സമ്മാനിക്കുന്നത്. തൃശൂരിലെ കലാകാരന്മാരുടെ കൂട്ടായ്മയായ നാഗേന്ദ്ര ഫിലിം സൊസൈറ്റിയാണ് ഈ ദൃശ്യാവിഷ്കാരത്തിന് പിന്നിൽ. കലാഭവൻ മണിയുടെ സഹോദരി പുത്രൻ രഞ്ജിത്ത് കലാഭവൻ അഭിനയിച്ച ആൽബത്തിന്റെ ഗാനരചനയും സംവിധാനവും നിർവഹിച്ചത് സിനോജ് കുമ്പിടിയാണ്. ദിലീപ് കൊച്ചുകടവ് ആലപിച്ച ഗാനത്തിന് സംഗീതം പകർന്നത് ജോസി അറക്കലാണ്. TR രാജൻ, ഹമീഷ് കണിമംഗലം, സന്തോഷ് വിജയൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച ആൽബം യൂട്യൂബ് അടക്കമുള്ള സോഷ്യൽ മീഡിയകളിൽ ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അത്തം 10 തിരുവോണം മാവേലിയെ വരവേൽക്കാം. തൃശൂർ ചിയാരം സൌത്ത് ഡിവിഷനിലെ പകൽ വീട്ടിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. കൌൺസിലർ ലിംന മനോജ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PP ഡേവിസ്, സെക്രട്ടറി MA ശിവൻ, LC കുര്യൻ, ബൈജു പോൾ, MA ഡേവിസ് എന്നിവർ സംസാരിച്ചു. ക്ഷേമ പെൻഷൻ നൽകാൻ വൈകിയെന്ന് ആരോപിച്ച് CPMന്റെ നേതൃത്വത്തിൽ പഴയന്നൂർ സഹകരണ ബാങ്കിന്റെ മുൻപിൽ സമരം സംഘടിപ്പിച്ചു. 5000-ഓളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 1,80,00,000 രൂപയാണ് നൽകാനുള്ളതെന്ന് സമരക്കാർ പറഞ്ഞു. ജില്ലാ കമ്മിറ്റി അംഗം PA ബാബു സമരം ഉദ്ഘാടനം ചെയ്തു. KM അസീസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജൻ തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി.
കടവല്ലൂർ പഞ്ചായത്ത് കുടുംബശ്രീ CDSന്റെ ഓണ വിപണന മേള തുടങ്ങി. മേളയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ നിർവഹിച്ചു. ശ്രീജ വേലായുധൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ഉല്ലാസ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കടങ്ങോട് കിഴക്കുമുറിയിലെ തൊഴിലിടത്തിൽ മലമ്പാമ്പിനെ കണ്ടെത്തി. കിഴക്കൂട്ട് സജിയുടെ വീട്ടിൽ തരിശുഭൂമിയിൽ കൃഷി പദ്ധതിയുടെ ഭാഗമായി തൊഴിൽ ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് പാമ്പിനെ കണ്ടത്. എരുമപ്പെട്ടി ഫോറസ്റ്റ് റെസ്ക്യൂ വാച്ചർ അഷ്റഫ് പഴവൂർ സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് SDPI മണലൂർ മണ്ഡലം കമ്മിറ്റി പൂവത്തൂരിൽ ജനകീയ വിചാരണ സദസ്സ് നടത്തി. SDPI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം മജീദ് പുത്തഞ്ചിറ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ദിലീപ് അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. അബ്ദുൽ ഹക്കീം, ഷമീർ ഹുസൻ, മരോട്ടിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര പഞ്ചായത്ത് മുൻ അംഗം പുലാക്കോട് സ്വദേശി C ഉണ്ണികൃഷ്ണൻ നിര്യാതനായി. 58 വയസ്സായിരുന്നു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായും പുലാക്കോട് സർവീസ് സഹകരണ ബാങ്ക് അംഗമായും ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. തൃശൂർ DCC അംഗവും ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റുമാണ്. ചെമ്പൂച്ചിറ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാമൃത്യുഞ്ജയ ഹോമം നടത്തി. ഗുരുപദം ആചാര്യൻ, കാരുമാത്ര വിജയൻ തന്ത്രികൾ, ശാന്തിമാരായ ഗിരീഷ്, വിനോദ്, മണികണ്ഠൻ, ശാന്തി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ തിരുവെങ്കിടം NSS കരയോഗം 200ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റ് നൽകി. കരയോഗ മന്ദിരത്തിൽ നടന്ന ഓണാഘോഷ പരിപാടികൾ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് K ഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് V ബാലകൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. മുതിർന്ന അംഗമായ V പുരുഷോത്തമൻ നായർക്ക് ആദ്യ കിറ്റ് നൽകി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി T അശോക് കുമാർ, കരയോഗം സെക്രട്ടറി M ശ്രീനാരായണൻ, ഷൺമുഖൻ തെച്ചിയിൽ, ഗോപി മനയത്ത്, രേഖാപ്പറയത്ത്, PV രാജൻ, ബാലചന്ദ്രിക അകമ്പടി തുടങ്ങിയവർ സംസാരിച്ചു. താന്യം പഞ്ചായത്ത് 5-ാം വാർഡിൽ ഹൃദയത്തിൽ എന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി ഓണാഘോഷം സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആന്റോ തുറയൻ അധ്യക്ഷത വഹിച്ചു. സുഗുണൻ കൊട്ടേക്കാട്ട്, ADS പ്രസിഡന്റ് വിജയ പ്രകാശൻ, വൈസ് പ്രസിഡന്റ് ഗിരിജ കൊടപ്പുള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പൂക്കളം തീർത്തും ഓണക്കളികൾ നടത്തിയും വെങ്കിടങ്ങ് പഞ്ചായത്തിൽ ഓണം ആഘോഷിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഓണാഘോഷം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി PA ശൈല, ജനപ്രതിനിധികളായ പൂർണിമ നിഖിൽ, ബസിജ വിജേഷ്, അബ്ദുൾ മജീദ്, സോമശേഖരൻ തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മുല്ലശ്ശേരി പഞ്ചായത്തിൽ വിവിധ പരിപാടികളോടെ ഓണം ആഘോഷിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ഓണാഘോഷം പ്രസിഡന്റ് ശ്രീദേവി ജയരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി അധ്യക്ഷനായിരുന്നു. ശ്രീദേവി ഡേവിസ്, ക്ലെമന്റ് ഫ്രാൻസിസ്, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, കുടുംബശ്രീ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ ഓണക്കളികളിലും ഓണ മത്സരങ്ങളിലും പങ്കെടുത്തു. ഓണസദ്യയും ഉണ്ടായിരുന്നു. തൊയക്കാവ് കാളിമാക്കൽ കടവിൽ നാലോണ നാളിൽ തീരം ജലോത്സവം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. തീരം ബോട്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ചിട്ടുള്ള തീരം ജലോത്സവത്തിൽ B ഗ്രേഡ് വള്ളങ്ങളാണ് വാശിയോടെ മാറ്റുരയ്ക്കുക. 18-ാം തീയതി ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30 ആരംഭിക്കുന്ന ജലോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്യും. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ അധ്യക്ഷനാകും. സംഘാടക സമിതി ഭാരവാഹികളായ മണികണ്ഠൻ മഞ്ചറമ്പത്ത്, അയ്യപ്പൻ മഞ്ചറമ്പത്ത്, സുരേഷ് കൊല്ലങ്കി, രജീഷ് മഞ്ചറമ്പത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6825, പവന് 54,600. വെള്ളി ഗ്രാമിന് 93, പ്ലാറ്റിനം ഗ്രാമിന് 3193 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും.
തൃശൂർ ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് പ്രതിസന്ധി പരിഹാരമാകുന്നു. 4 പുതിയ ഡയാലിസിസ് മെഷീനുകൾ ആശുപത്രിയിലെത്തിച്ചു. നാളെ ഉത്രാടം, നാട് ഓണത്തിനൊരുങ്ങി. ഗുരുവായൂരിൽ കാഴ്ചക്കുല സമർപ്പണം നാളെ. പീച്ചി ഡാം മാനേജ്മെന്റിന്റെ ഗുരുതര വീഴ്ച മൂലം വെള്ളപ്പൊക്കമുണ്ടായ സംഭവം നഷ്ടപരിഹാരം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിനോടും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരോടും വിശദീകരണം തേടി. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്ത്യാഭിവാദ്യം അർപ്പിച്ച് രാജ്യം. നിലവിലെ PBയിൽ ഒരാൾക്ക് ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല നൽകാൻ തീരുമാനം. ഗുരുവായൂർ തിരുവെങ്കിടത്ത് 2 സ്ത്രീകളുടെ മാലകൾ കവർന്നു. 5 പവനോളം നഷ്ടപ്പെട്ടു. പോലീസ് അന്വേഷണം തുടങ്ങി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിച്ചത് കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.